ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദി ഗെയിം ലാസ്റ്റ് ഡേ ഓൺ എർത്ത്. ഒരു സർവൈവൽ ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. അത് ലാസ്റ്റ് ടൈം നമ്മൾ പോയിരുന്നത് ക്രൂക്കറ്റ് ഫാമിലോട്ടാണ്. അവിടെ നിന്ന് നമ്മളെ അടപടലം അടിച്ചൊതുക്കിയതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ എത്തി. എനർജി ഇല്ലാത്ത കാരണം തിരിച്ചു പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഒരു ചെറിയ ഗണ്ണുമായിട്ട് അങ്ങോട്ട് പോകുന്നു. ഓൾറെഡി നമ്മളവിടെ ഒരു ഗണ്ണ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും നമ്മളൊരു ഗണ്ണുമായിട്ട് പോകുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ സ്കില്ലിൽ നമ്മൾ സെൽഫ് ഹീലിംഗ് സ്കിൽ എടുത്തിട്ടുണ്ട്. യു ക്യാൻ ഹീൽ യുവർ സെൽഫ് വിത്തൗട്ട് യൂസിങ് ഫുഡ് ഓർ മെഡിസിൻ. ഓക്കെ, അത് കൊള്ളാം. അതിനെന്തെങ്കിലും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെൽഫ് ഹീലിംഗ് ഓട്ടോമാറ്റിക് വരുന്നതായിരിക്കും അല്ലേ? എനിവേസ് ഗുഡ്. താങ്ക് യു ബ്രോ. താങ്ക് യു അലം ബ്രോ. നമ്മളിവിടുന്ന് ഒരു ഗൺ നമ്മൾ എക്യൂപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, നമ്മൾ ആ ഒരു പെരിയ ഇതിനെ കൊല്ലാനായിട്ട്, ആ ഒരു സോംബിയെ കൊല്ലാനായിട്ട്, ഫോർ കില്ലിങ് പെരിയ സോംബി. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ ഇൻബോക്സിൽ എന്തെങ്കിലും ഐറ്റംസ് ടേക്ക്. ക്രോസ് ബോ യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവിടെ തന്നെ ഇരിക്കട്ടെ. ജസ്റ്റ് നമ്മുടെ കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട്, അതുകൊണ്ട് ആണ് മെഡിക്കൽ ഐറ്റംസ് ഒന്നും എടുക്കാൻ നമ്മൾ പോകുന്നത്. നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാം. ക്രൂക്കറ്റ് ഫാം. അവിടെ നമ്മൾ കുറച്ച് വെപ്പൺസൊക്കെ കിടപ്പുണ്ട്. പിന്നെ പോരാത്തതിന് നമ്മുടെ ചോപ്പറിൻ്റെ പാർട്സ് അവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. സോ അങ്ങോട്ടേക്ക് പോകാം. ക്ലോസ് റൺ. Go to the bunker alpha, head out to the farm. Okay. Go home, explorer's path. Sure. So now we are going to reclaim our old stuffs. ആ തടിച്ചിത്തുള്ള അവിടെ തന്നെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ചത്തുപോകും. എൻ്റെ ഒരു ഡെഡ് ബോഡി, കുറച്ച് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ടാവും അല്ലേ? ഷിറ്റ്. ഓക്കെ, എനിവേസ് നമ്മൾ വന്നതൊന്നും ബാൻഡേജൊന്നും ഇല്ലാതെ വന്നിട്ടുള്ള, മെഡിക്കറ്റൊന്നും ഇല്ല. ഈ വേസ്റ്റ് സാധനം എന്തിനാ ഇവിടെ ഉള്ളത്? ഡിലീറ്റിംഗ് ദി വേസ്റ്റ്. സ്റ്റോറേജ് ഓട്ടിക്കട്ടെ. നമുക്കപ്പോൾ ബാൻഡേജ് ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാനില്ല. ഫൈൻ ബാൺകി. ഓക്കെ, ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇൻബോക്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മല്ലയ്യ ടേക്ക് ചെയ്യുന്നുണ്ട്, ഇതും ടേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെൽഫ് ഹീലിംഗ് നോക്കട്ടെ. ഇവിടെ വരെ കംപ്ലീറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ജസ്റ്റ് നമുക്ക് ഈ സാധനം ഇവിടത്തേക്കൊന്ന് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഇത് എക്യുപ്പ് ചെയ്യേണ്ട, അത് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ട് ഇതിലൊരു ഐറ്റം മാത്രം നമുക്ക് എക്യുപ്പ് ചെയ്യാം. ഇത് എക്യുപ്പ് ചെയ്യാം. ഓക്കെ, ഇനിയുള്ളത് ഇതിനടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചേക്കാം തൽക്കാലം. ബാഗ് അവിടെ പോട്ടെ. സെൽഫ് ഹീലിംഗ്. കമോൺ സെൽഫ് ഹീൽ ആവുന്നുണ്ടോ നോക്കട്ടെ. അത് നോക്കിയിട്ടാണ് ഉള്ളിലോട്ട് കയറാൻ. ഞാനിവിടെ എൻ്റെ ബാഗും ഐറ്റംസും ഉണ്ടാവുമെന്ന് പ്രതീക്ഷ വന്നതാണ്, പക്ഷേ ഒന്നുമില്ല. എന്തെങ്കിലും വെപ്പൺ ഉണ്ടാകുമെന്ന് കരുതുന്നു ഉള്ളിൽ. എന്നാൽ ഇതിനെ കൊന്നതിനും വേണ്ടിയിട്ട് ഇതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു വലിയ ശരീരം, അല്ലാണ്ട് ഇപ്പം എന്തുള്ള. ഈ സെൽഫ് ഹീലിംഗ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ ബ്രോ, നമുക്ക് നോക്കാം. ഇവിടെ വെള്ളം കുടിക്കാനുണ്ട്. ഓക്കെ, ഗുഡ്. കമോൺ സെൽഫ് ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ ആദ്യം.
ഓക്കെ, നമ്മുടെ സ്കില്ല് സെൽഫ് ഹീലിംഗ് ആണ് ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ഈ കാണുന്ന സാധനം ഇതെന്തത് ഒരു ടെന്നീസ് കോർക്ക് പോലെ, ബാഡ്മിൻ്റൺ കോർക്ക് പോലെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ ആവുമായിരിക്കും നമ്മുടെ സെൽഫ് ഹീലിംഗ് കഴിയുമായിരിക്കും. സെൽഫ് ഹീലിംഗ് അത് ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എനിക്ക് ബാൻഡേജ് ഇല്ലാതെ ഹീൽ ചെയ്യാൻ പറ്റുമായിരിക്കുമോ? 46 തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. വിത്തൗട്ട് ബാൻഡേജ് നമുക്ക് ഹീലായി വരും അല്ലേ? സോ ഇത് നൈസ് സാധനം ബ്രോ, നൈസ് സാധനം. ഇതിനെ കൊന്നു കഴിഞ്ഞാൽ എന്തെല്ലാവരും ഇവിടെ പെട്ടാം. What the Savage Giants. ഓക്കെ, മൂവ് ചെയ്യാതെ വെടിവെച്ചുകൊണ്ടുള്ള കുഴപ്പമായിരിക്കും. കണ്ണിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ബാക്കിലോട്ട് വന്ന് ട്രൈ ചെയ്യാറുന്നത്, പക്ഷേ എല്ലാവരും കൂടി നിൽക്കുന്നതുകൊണ്ട് നടക്കുന്നില്ല. എനിവേസ് നമ്മളൊരു വട്ടം ഇത് കംപ്ലീറ്റ് ചെയ്തതാണ്, പക്ഷേ പിന്നെ ടഫായിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ഡൗട്ട്. എന്തായാലും നമുക്ക് തൽക്കാലം ഒരു നോർമൽ വെപ്പണുമായിട്ട് പോയി നോക്കാം. We'll go back again Crook Farm. Come on. ഒന്നുമില്ലാതെ ക്രൂക്ക് ഫാമിലോട്ട് ഒന്നുകൂടെ ചെന്ന് കയറാം. റൺ. പതിയെ പോയിട്ട് ആ ഗണ്ണ് തിരിച്ചെടുക്കാം, എന്നിട്ട് പിടിക്കാം. സോ ദ സെൽഫ് ഹീലിംഗ് സ്കില്ല് അത് സൂപ്പറായിട്ടുണ്ട്. അത് ബാൻഡേജ് ഇല്ലാതെ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ കളിയിലും നമുക്കത് മീൻസ് അതിങ്ങനെ അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? കണ്ടിന്യൂസ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. പക്ഷെ അങ്ങനെ കുറച്ച് ലേൺ ചെയ്ത് വരുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് പറഞ്ഞു വെച്ചിട്ട് ഇതൊരു 10% പോലും ആയിട്ടില്ല എന്ന് പറയുന്ന ഗെയിമിൻ്റെ ഞാൻ കളിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ പതുക്കെ പഠിച്ച് മുന്നോട്ട് പോകും. ഇവിടെ ഒരു ബുള്ളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. എനിവേസ് നമുക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ടേക്ക് ഓൾ. ഇനി എക്യുപ്പ് പക്ഷേ നമ്മുടെ മെഡിസിൻ എല്ലാം പോയിട്ടുണ്ട്. ടേക്ക്. ആരുടെ എനിക്ക് കീ ഉള്ളതെന്ന് അറിയത്തില്ല. എന്തോ ഒരു സാധനം കൊണ്ട് നടന്നു വരുന്നുണ്ട്, അത് ബുള്ളാണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ കയ്യിൽ ഇവിടെ ഇത്ര വലിയ കൂട്ടമുണ്ടോ? നമ്മുടെ കയ്യിൽ നെക്സ്റ്റ് ടൈം വരുമ്പോഴെങ്കിലും നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഒരടിക്കില്ല ഞാൻ ഈ ബാക്കി. അത് ഇതിനെ കൊന്നിട്ടൊരു സാധനം കിട്ടാനുമില്ല. പിന്നെ ഇത്രയും ബുദ്ധിമുട്ടി കൊല്ലുന്നത്
വെറുപ്പാണ്. കൊല എന്നല്ലേ കൊലത്തൂക്ക് ഇതിവിടെ കാണിക്കുന്നേ. ഓക്കെ, ഐ എം ട്രൈങ് ബാൻകിയൊക്കെ എടുക്കാം. ഇത് ബുള്ളല്ലേ കാണുന്നേ? അതെ. ബുള്ളെന്താ ഇപ്പം ഇങ്ങനെ കറങ്ങുന്നേ? അപ്പോൾ അതിൽ പോകാൻ പറ്റില്ല. സെൽഫ് ഹീലിംഗ് റെഡി ആയിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് പയറ്റായിരുന്നു വിത്ത് കണ്ണ്. റെഡി? ഗുഡ്, താങ്ക്സ്. താങ്ക് യു. ഇവിടെ ഒരുപാട് പേരുണ്ട്. അടിക്കാൻ ഇറങ്ങി ഓടുക, അല്ലാണ്ട് ഇപ്പം ചെയ്യല്ല. ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വരില്ല മിക്കവാറും. കമാൺ. നമുക്കിനി അടുത്ത ഫുള്ളി എക്യുപ്ഡ് ആയിട്ട് തന്നെ പോകാം. വിത്ത് ബാൻഡേജ്, വിത്ത് ഐറ്റംസ്, വിത്ത് ഗുഡ് വെപ്പൺ ആയിട്ട് പോകുന്നേ ഉള്ളൂ. ബാഗ് എന്തായാലും അവിടെ പോയി കിട്ടും, ഗണ്ണും കിട്ടും. എക്യുപ്പ് ചെയ്യാനായിട്ടൊന്നും ഇല്ലേ? ആ ഗണ്ണ് പുറത്തുതന്നെ നടപ്പുണ്ടായിരിക്കും, അതെടുക്കാൻ പറ്റും. ഇനിയുള്ളത് മെഡിക്കൽ കിറ്റ്സ്. ക്രിയേറ്റിംഗ് ബാൻഡേജ്. 2 ബാൻഡേജ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റുന്നുള്ളൂ. ആയിക്കോട്ടെ. കാർഗോ പാൻസ് ചെയ്യാനായിട്ട് തികയുന്നില്ല. നല്ലൊരു ലൂട്ട് എവിടെന്നെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെ ആവും. ബാഗ് അവിടെ നിന്ന് എടുക്കാം, ബാക്കി സാധനങ്ങൾ എടുക്കാം. ബാൻഡേജ് 2 മെഡിക്കൽ കിറ്റ് ഒരെണ്ണം എടുത്തേക്ക്. എന്തായാലും ലൈഫ് റീസ്റ്റോർ ചെയ്യാനുള്ളതല്ലേ. ഉണ്ടോ? ഇതിവിടെ ഉണ്ടായിരുന്നല്ലേ. മെഡിക്കൽ കിറ്റ് ഒരെണ്ണം എടുക്കാം. കുറച്ച് ക്യാരറ്റ് എടുത്തേക്കാം, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാമല്ലോ. വെറും കൈയോടുകൂടി പിന്നെയും തിരിച്ചു പോകുന്നു. ക്ലോസ്. ഓട്ടോ നോട്ട് വർക്കിംഗ്. മനസ്സിലെ കടിച്ചാലും നന്നായി മാറും. യെസ്, എത്തിപ്പെട്ടു. പിന്നെയും ഈ നശിച്ച ഭൂമിയിലേക്ക് പതുക്കെ സാധനങ്ങളെല്ലാം കൈക്കലാക്കി ബാഗും എക്യുപ്പ് ചെയ്തു, ഇതും എക്യുപ്പ് ചെയ്തു, ഗണ്ണും എക്യുപ്പ് ചെയ്തു. നമ്മളിതാ യാത്രയാകുന്നു. ആക്ച്വലി ഇവിടെ എത്ര പേര് ബാക്കിയുണ്ട്? ആക്ച്വലി
എല്ലാം കൂടെ തന്നെ ഉണ്ടോ? നേരെ നിന്നാലോ? നേരെ നിന്നിട്ട് പൊട്ടിക്കാം. പൊട്ടിച്ചിട്ട് ഓടി നോക്കാം. ഓക്കെ, ഇനി നീ കൂടെ ഉള്ളൂ. ആയിക്കോട്ടെ, ഇനി ആർക്കുള്ളേ? ക്യാരറ്റ് കൊണ്ട് കൊല്ലുകൂടാ നീ. അങ്ങനെ പടക്കക്കട ഉദാഹവ. ക്യാരറ്റിന്റെ ശക്തി. നിങ്ങളായിരുന്നോ? നിങ്ങൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പിന്നെ പോ. നീ ഇവിടെ ഉള്ളൂ? അല്ലല്ല, ഏതൊരുത്തും വരുന്നുണ്ട്. അയ്യോ, ഈ സാമാനം ചത്തില്ലേ? ഇവിടെ ഇതൊക്കെ ഇത് എത്ര ഉണ്ട്? ആ ഡബിൾ ബാറിൽ കൊണ്ടുപോയി പൊട്ടിച്ചാൽ മതിയായിരുന്നു. ഗണ്ണെടുക്കാൻ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഗൺ. ഇതെടുക്കാം. ബാക്കിയുള്ളത് ബാക്കി ഇപ്പോൾ 1 2 3 4 ഗണ്ണുകൾ കുറഞ്ഞു. ഓക്കെ, അതിന് വേസ്റ്റ് യൂസ് ചെയ്തല്ലേ പറ്റൂ. എനിക്ക് സ്പീഡിനോടാ. അല്ലല്ല, ഇനി ബെസ്റ്റ് ഐറ്റം എടുക്കാനുള്ളത് എൻ്റെ അറിവിൽ ഇത് തന്നെയാണ്, ക്യാരറ്റ്സ്. പക്ഷെ ലാസ്റ്റ് ടൈം നമ്മൾ ക്രൂക്ക് ഫാമിൽ പോയപ്പോൾ നന്നായിട്ട് കളിക്കാൻ പറ്റിയായിരുന്നു. മീൻസ് പതുക്കെ അവിടെയുള്ള സൈഡിൽ കൂടെയൊക്കെ പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ പെട്ടിയൊക്കെ ചുമന്നുകൊണ്ട് പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ടൈം വരെ കിട്ടും. പക്ഷെ ഇപ്പോഴ് നടക്കുന്നില്ല. വെരി ടഫ്. എനിക്ക് തോന്നുന്നു ആദ്യം ഒരു ലെവൽ ക്ലിയർ ചെയ്തുകൊണ്ട് ഇപ്പം ബുള്ള് നടക്കുന്നത് തന്നെ വേറൊരു ഷേപ്പിലാണ്. അത് ക്രോസ് ചെയ്ത് പോകണ്ടെന്നുള്ള രീതിയിലാണ് നടക്കുന്നത് തന്നെ. പക്ഷെ അതിനെയൊന്നും തൊടാത്ത രീതിയിൽ പോകുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കങ്ങോട്ട് അങ്ങനെ കളിക്കാനായിട്ടുള്ള സ്കില്ലായിട്ടില്ലല്ലോ. വൺ ഡേ ഞാനും വളരും ചേട്ടനെ പോലെ. റെക്കോർഡ്സ് ആകുന്നുണ്ടോ? റെക്കോർഡിക്കലി കറക്റ്റാണ്. അയ്യോ, ഇതൊക്കെ ആരാ? നമ്മൾ തന്നെ. ഇത് നമ്മൾ തന്നെ. മറ്റേ തള്ള ഇനി ഇറങ്ങി വരുന്നതിന് മുന്നേ ഇതെടുത്ത് കൈ പിടിക്കട്ടെ. ഇവിടെ നല്ല എടുക്കട്ടെ. ഇതെല്ലാം ധരിക്കട്ടെ. വയ്ക്കും. ആ മരണ വെപ്രാളത്തിൽ ഇതൊക്കെ തിന്ന് കറുത്തു. പ്രശ്നമായതാ. ഡിലീറ്റ്. ഓക്കെ, സോറി, ഇതോടെ വെച്ചോളൂ. ഓക്കെ, മരണ വെപ്രാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിച്ച സാധനം വന്ന് പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുമല്ലേ. മിക്കവാറും അവിടെ തന്നെ കാണും ആ ബാൺകി. ഇല്ലെങ്കിൽ അത് വന്ന് അത്രയും ടാസ്ക് ഉണ്ടാക്കത്തില്ല. എങ്ങനെയായാലും കൊള്ളാം സംഭവം ഇത്. നിൽക്കുന്നു. കാട്ടവരാതെ എന്താ ഇറങ്ങി വരുന്നത് എൻ്റെ പൊന്നു. നല്ല സ്പീഡുള്ള പണി. അവരെ പണിക്ക് പോക്കൂടെ നിനക്ക്?
ഇത് ഈ സൗണ്ട് കേട്ടിട്ട് മറ്റേത് ഇറങ്ങി വരണം. അങ്ങനെയായിരിക്കും. ഇല്ലെന്താ ഉള്ളത്? ഓ ഇല്ല, തേങ്ങയില്ല. അയ്യോ, ഇതിനിടയ്ക്ക് അതിനും കൂടെയുള്ള ടൈമില്ല ഗൈസ്. കളിക്കണ ഞാൻ കച്ചിലിടെ നിന്ന് ആരെങ്കിലും വരാനുണ്ടോ? അവിടെ ഒരു മെയിൻ സംഭവം നിൽപ്പുണ്ട്, വലിയ സെറ്റപ്പ് സാധനം. ഓ, ചാക്കിന് സാധനം എടുക്കട്ടെ. തേക്കോൾ അത് ഞാൻ ക്യാരറ്റ് കൊണ്ട് കളിക്കുന്നതെന്ന് അറിഞ്ഞു തന്നെയാണോ? ഒരു ക്യാരറ്റ് പ്ലെയറാക്കി മാറ്റരുത് നിങ്ങൾ. ബ്ലഡി എറപ്സ്. എൻ്റെ പൊന്നോ, ഇത് എല്ലാം ഇവിടെ എത്തി മാത്രമേ ഉള്ളൂ. ഷിറ്റ്, ഇതൊന്നും കാണാണ്ട് അവിടെ പോയിട്ട് സൗണ്ട് ഉണ്ടാക്കാണ്ട് മറ്റേ കീ കിട്ടുമെന്ന് തോന്നുന്നില്ല. സാവേജ് എൻ്റെ ബുള്ള് എനിക്ക് തോന്നുന്നില്ല മോനെ ഇതിപ്പോൾ കളിച്ച് തീരുന്നുള്ള. അതെന്നെ കണ്ട് തേഞ്ഞ് പപ്പിയൊക്കെ എടുക്കാം, ബട്ട് സമയം കിട്ടണ്ടേ. നേരെ നിൽക്കാം, ബിക്കോസ് മറ്റേ സാധനം എന്നെ തിരക്കി വരും എന്ന് എനിക്ക് തോന്നുന്നത്. വാട്ട് ടു ഡു ഇവിടുന്ന് ഈ സാധനം എക്യുപ്പ് ചെയ്ത് വയ്ക്കാം. തൽക്കാലം ഗണ്ണിനെ നമുക്ക് കൊടുക്കാം, കാരണം ഗണ്ണ് തീർന്നിരിക്കുകയാണ്. ജസ്റ്റ് സൈഡിൽ കൂടെ പോവാം. ക്യാൻസൽ. തൂക്കി, ചുവന്ന കരങ്ങളോടെ തൂക്കി. ഞാൻ പോയി. കള്ളനായാലേ പറ്റുള്ളൂ ഈ കളിയിൽ എനിക്ക് തോന്നുന്നു, കാരണം ഇത്രയും വലിയ സോംബീസ് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഓടാനുള്ള വഴി പോലും അറിയത്തില്ല. ഇതൊക്കെ ഏതാണ്? എന്തോ അതെ ഇങ്ങോട്ടൊക്കെ വരുന്നു. ഓക്കെ, പക്ഷെ എന്തായാലും ആ പെട്ടി കൊണ്ടവിടെ സോയിലോടെ വെക്കുമ്പോൾ സൗണ്ട് എന്തായാലും കേൾക്കും. സാവേജ് സാവേജ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം. മൈ ഗോഡ്, ഞാൻ വെറുതെ ഇങ്ങോട്ട് പോകാൻ വന്നേ ഉള്ളൂ. ആ പോത്തെൻ്റെ അടുത്തോട്ടാണോ വരുന്നത്? ഓടാൻ സ്ഥലം തടാ പട്ടി. ഓടാൻ സ്ഥലം താടാ. വാ, ഇങ്ങോട്ട് വരും. നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. താരത്തെങ്കിലും കീ ഉണ്ടെങ്കിൽ പറയും. ഇല്ല,
കീയുമില്ല, ഒരു തേങ്ങ ഇല്ലാണ്ട് വന്നിരിക്കുക. ആ, പോത്താണോ? ശരി, നാളെ കാണാം. എൻ്റെ പൊന്നു ബ്രോ, ഇവിടെ ഗണ്ണില്ലാണ്ട് ഒരു സാധനം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനെയും കൊല്ലുമ്പോഴേക്കും ആള് പടിയാവും. ഒന്നുകൂടി അവിടെ എൻ്ററായി നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കട്ടെ. ക്രൂക്കഡ് ക്രീക്ക് ഫാം. നോ യൂസ്. ഓക്കെ, ബാൻകി കണ്ടു. എനിക്കൊന്ന് ബാൻകി അവിടെ തന്നെ ആയിരിക്കും മിക്കവാറും ഉള്ളത്. ഇതിനെ കൊണ്ടുവന്ന് തല്ലിക്കൊല്ലണം എന്നുണ്ടെങ്കിൽ അടിപൊളി. ഓക്കെ, ആകപ്പാടെ ക്ലിയർ ആയിരിക്കുന്ന ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ക്രൂക്കഡ് ക്രീക്ക് ഫാം, ഒരു പേരും ഓരോ സൈഡ് ക്ലിയർ ചെയ്ത് പോകുന്നുള്ളതല്ലാണ്ട് മാർഗമില്ല. ആ മാർഗം ഇതാ ബുള്ളല്ലേ? കമാൺ റാവേജർ വരൂ. ഇവിടെ നിന്നിട്ടൊരു പരിപാടി നോക്കി നോക്കാം, നടക്കുമെന്ന് അറിയത്തില്ല. റാവേജർ ഇവനാണ് കൊല്ലേണ്ടത്. നീ എന്താ സ്ലോ മോഷൻ കളിക്കുന്നേ? ബുള്ള് നമ്മൾ സ്ലോ മോഷൻ. റാവേജർ വന്നിങ്ങനെ ചോര തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ പോയിട്ട് പതുക്കെ സ്ലോ മോഷൻ. ആരുടെ നീ ആര്? വെള്ളം കുടിക്കണോ? കാര്യമില്ല, ഇതൊന്നും കൊണ്ട് കാര്യം. ക്രോസ് ബോ ട്രൈ ചെയ്യാവുന്നതാണ്. നോക്കാം. അപ്പോൾ സൗണ്ടും ഇല്ല, കുറച്ചധികം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. തൂക്കി ചുവന്ന കരങ്ങളോടെ തൽക്കാലം ക്യാരറ്റോട്ടിരിക്കട്ടെ. ആ, ഇതൊക്കെ ഉണ്ടല്ലോ, സെറ്റപ്പ് ഉള്ളല്ലോ. തൽക്കാലം എന്താ സാധനം ഒന്നുമില്ല. യൂസ് ചെയ്യും. ഇന്ത സാധനം പപ്പി ഇരിക്കട്ടെ. എന്താ സാധനം? ഓ മൈ ഗോഡ്, ചാർക്കോൾ. ബാക്കി സാധനം കൊണ്ടുപോകാം. എക്യുപ്പ് തൽക്കാലം ഇത് വയ്ക്കാം. ഒന്നുകൂടെ പോയി ഡെഡായിട്ട് വരാം, അല്ല കൊന്നിട്ട് വരാം, ചത്തിട്ട് വരാം. ഷൂസ് തീരാറായി, കാരണം ഓടിത്തള്ളിയായിരുന്നേ. സാവേജ് എൻറ്റിനകത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, മറ്റേ ക്രോസ് ബോ.
ഞഞ്ഞായി ഞഞ്ഞായി മോനെ ഞഞ്ഞായി. ആക്ച്വലി ഗുഡാണ്. നോക്കി വെക്കാം, ഒന്നുകൂടി കളിക്കാം. എൻ്റർ. ഇപ്പോൾ സാവിച്ച് എൻ്റെ കൈ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, ചിരിച്ചു വീഴുന്നത്. ആ ലൈഫായല്ലോ, കാര്യമായി. അതേ സ്ഥാനത്ത് പോയി നിൽക്കും അല്ലേ, തിരിച്ചു. ഓക്കെ, വൗ, സിമ്പിൾ ആൻഡ് ഹംബിൾ സ്ഥാനം. വേണ്ട, വെറുതെ എന്തിനാ അതിന് മുട്ടിലിട്ട് കുത്തുന്നേ. സൈഡിൽ കൂടി പോ, സൈഡിൽ കൂടി സൈഡിൽ കൂടി സൈഡിൽ കൂടി പോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഈ ബുള്ള് മാത്രമേ ഉള്ളൂ. നോക്കരുത് നോക്കരുത്. ഓക്കെ, ആരാ? ഷടാ, കൊല്ലു കൊല്ലു കൊല്ലു. പുറത്തു പോലും കൊള്ളുന്നില്ല. മൈ ഗുഡ്നസ്. എനർജി 74. പോയിട്ട് എടുത്ത് വയ്ക്കാനുള്ള സമയമില്ല. ഇല്ല, എൻ്റർ. എന്നെ കൂടെ ഇപ്പോൾ പരിപാടി കാണിച്ചിട്ടാണെങ്കിലും ജയിക്കണം ഇത്. ഗണ്ണുകളുടെ ലഭ്യതക്കുറവ്. ഇത് അൺലിമിറ്റഡ് ആണോ ഈ ക്രോസ് ബോ? ഡാമേജ് ഒന്നും കാണിക്കുന്നില്ല. ഉപയോഗമില്ലാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും അൺലിമിറ്റഡ് ആക്കിയത്. ബുള്ളിന് ശരിക്കും മൈൻഡ് ആക്കാണ്ട് ഈ ഇടത് സൈഡിൽ കൂടെ പോയി നോക്കാം. ബിക്കോസ് ബുള്ളൊരു പ്രശ്നം തന്നെയാണ്. ചത്തു പോകുന്ന അറിയാലോ, പിന്നെ എന്തിനും ഇങ്ങോട്ട് ഓടി വരുന്നത്? അങ്ങനെ ഒരു ടീം. Come on. Shit. Come on, 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 come on. ലാസ്റ്റ് ചാൻസ് ആണ് തോന്നുന്നു. ഇത് കഴിഞ്ഞ് നേരെ ഫ്രഷ് ഗണ്ണ് എടുക്കുക, പോവുക, കൊല്ലുക. അല്ലാണ്ട് ഇതിനെ കൊല്ലാനായിട്ട് എൻ്റെ കയ്യിലൊരു ഐഡിയ ഇല്ല ബ്രോ. കണ്ണില്ലാണ്ട് നടക്കത്തില്ല, മൊത്തം വലിയ സോംബീസാണ്. ചില അടുത്ത് പോയി നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നാമത് ആർമറൊന്നും ഇല്ല ഇപ്പോൾ നിലവിൽ. ഇത് കുക്ക് ചെയ്യാനായിട്ടുള്ള ഐറ്റംസും ഇല്ല കയ്യിൽ. എൻ്റെ എല്ലാം കൂടെ കൊണ്ട് അവിടെ കളയുന്ന എന്തിനാ?
ഇതൊക്കെ ഇരിക്കട്ടെ അവിടെ. ഈ ഗണ്ണെടുക്കാം തൽക്കാലത്തേക്ക്. പിന്നെ ഉള്ളത് ആകെപ്പാടെ ഇത് ഇട്ടുകൊണ്ട് പോവാം. ക്യാരറ്റ് യുദ്ധം തന്നെ നമ്മൾ 7. മേ ബി ഇതൊരു ലാസ്റ്റ് പോക്കായിരിക്കും. ഇതിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. റീഫ്രഷ് ആവുകയും ചെയ്യും, നമ്മൾ പെട്ടും പോവും. ഇത്രയും വർക്കൗട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും സാധനം വേണം. അറ്റ്ലീസ്റ്റ് ആ പപ്പീസിനെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. നടന്നു പോയിട്ടെങ്കിലും എടുക്കണോ അതിനെ തിരിച്ച്. ഫാമിലോട്ട് ഫാം. ഒരു ചാൻസും കൂടി ഉണ്ട്. Take all. Equipping the item. In the item. Equipping the item. ഇതെല്ലാം എங்கே പോടണം, എങ്കെങ്കിലും പോട്. ആദ്യം കൊന്നിട്ട് വാ. ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് കയറിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ഒരു സൈഡിൽ ബുള്ള്, ഒരു സൈഡിൽ സാവേജ് ആൻസ്. തൽക്കാലം ഇപ്പം തിരിഞ്ഞിരിക്കും അല്ലേ. പിന്നെ കാത്തോളിനെ രണ്ടടിക്ക് പുറം പൊളിച്ചളഞ്ഞു നമ്മുടെ. കീ ഉണ്ടോ? എന്തൊരു രക്ഷ. കീ കിട്ടി. നിങ്ങൾക്കൊന്നും രക്ഷയില്ലേ? വേറെ പണിയില്ലേ? നമ്മളെങ്ങനെയെങ്കിലും ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പോട്ടെ. ഇനി മറ്റേ ബുള്ള് ഇവൻ എൻ്റെ മോനെ. ജീവിക്കാൻ അനുവദിക്കരുത്. ഇത്രയും ദൂരം വന്നില്ലേ? വിട്ടുകളടേ. ഇതാ വരുന്നു കാലമാട്. വിട്ടള. പോയി നമ്മളൊക്കെ പോയി. ഞാൻ പിന്നെയും പുറത്തിറങ്ങിയിട്ട് പിന്നെയും കയറി വരണ്ടേ? കാളെ വെറുതെ കാളെന്ന് വിളിക്കുന്നത് തന്നെ. മുതുകാളെ. ഇനി കറങ്ങി കിടക്കുന്ന ഒരുത്തനോട് കൊല്ലണം. പിന്നെ അപ്പുറത്ത് 2 സാവേജ് ജെയിൻസ് ഉണ്ടാവും. എന്തായാലും പോയി ബാൺകി തുറക്കണം, അവിടുന്ന് സാധനം എടുക്കണം, തിരിച്ചു വരണം. എൻ്റർ. മഷ്റൂം നമ്മൾ വെക്കണം. കാരണമുണ്ട്. മഷ്റൂം നമ്മൾ യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. മറ്റേ പൂച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അതിനകത്താണ്. നോർമലായിട്ട് ചെല്ലുവാണ്. എന്താ സംഭവിക്കുന്ന നോക്കട്ടെ. മറ്റേ ഐറ്റം
എവിടെ മറ്റേ ഐറ്റം? വേർ ഇസ് ദാറ്റ് ഐറ്റം? നമ്മൾ നേരെ ബാണിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവാം. ആ കാളയുടെ വരവിന് എന്തെങ്കിലും പ്രശ്നം പന്തികേട് തോന്നുന്നുണ്ടോ? ആ ഇത് നടക്കും ഈസാന. നീ എന്താ ചെയ്യുന്നത്? മുന്നേ കൺട്രോൾ പോയോ? അപ്പോൾ തീർന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി തീർന്നു എന്ന് തോന്നുന്നു. What the fuck? ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പോലും തോന്നുന്നില്ല, കാരണം സിസ്റ്റത്തിൻ്റെ കീബോർഡ് ഒന്ന് സ്റ്റക്കായി. ഷിറ്റ്. ഇനി ഒന്നും നോക്കാനില്ല. I'm taking this big gun. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇന്ന് അവിടുന്ന് സാധനം തുറന്നേ പറ്റുള്ളൂ. Close bro, close. I need this one, this barn, this crooked palm. എനിക്ക് തോന്നി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് പിന്നെയും ടഫ് ആവും എന്നാ തോന്നേ. മീൻസ് എങ്ങനെയാ കളിക്കുന്നത്? ജസ്റ്റ് ഇതങ്ങനെ വർക്കാവുന്ന നോക്കട്ടെ. ഓക്കെ, ഒരടി ചിലപ്പോൾ ചത്തുപോകാനും ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ കയ്യിൽ സാധനം ഇവിടെ ഉണ്ടായിരുന്ന അവനോട് പോയി ആ കാലമാണ് നമ്മളെ കൊന്നെടുത്താണോ ഉള്ളത്. ഭാഗ്യം, എന്തോ ഭാഗ്യത്തിന് മാറി തന്നെന്നാ തോന്നുന്നേ. ടേക്ക് ഓൾ. പിന്നെയുള്ളത് ബാങ്കി ഓപ്പൺ ആക്കണം. ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് കൊല്ലാതിനൊക്കെ അൺലോക്ക്. പെട്ടിയല്ലേ അവിടെ കൊണ്ടിരിക്കണ്ടേ? ഓക്കെ, അത് ചെയ്യാം. ടേക്ക് ഓൾ. നീ എൻ്റെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഡെവലപ്പേഴ്സ് എനിക്ക് വേണ്ടി ഇത് ഒഴിവായി തന്നെയാണോ? ഈ സോംബി ഒന്നും പ്രശ്നം ഉണ്ടാക്കാണ്ട്. ആര് പറഞ്ഞു? കണ്ണുകൊണ്ട് പോയിട്ട് കാര്യമില്ല, സെൽഫ് ഹീലിംഗ് ആക്കി. ഓക്കെ, ഇനിയൊരു ചാൻസ് ഉണ്ടെങ്കിൽ
ഒരു ചാൻസും ഇല്ല. ഞാൻ നടന്നു പോകേണ്ടി വരും. മൈ ഗുഡ്നെസ്. എന്തായാലും അത് പോയിട്ട് ഞാൻ എടുക്കും. ചാർജ് ആകുന്നവരെ വെയിറ്റ് ചെയ്യും. ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് അവിടെ തന്നെ വെക്കണ്ടായിരുന്നു, മാറ്റി എവിടെയെങ്കിലും വെച്ചാൽ മതിയായിരുന്നു. സൗണ്ട് കേട്ട് എല്ലാവരും വരില്ലായിരുന്നു. പോയിട്ട് ഇനി സാധനം എടുക്കുക, തിരിച്ചു വരിക. പക്ഷേ ഗണ്ണ് മാറ്റിയിട്ട് ഓടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. ഐ സി നമുക്ക് പോകാനായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടോ? റൺ ചെയ്യാൻ പറ്റില്ല. ബൈ എനർജി 15 എനർജി വീഡിയോ കണ്ടാൽ കിട്ടും. തൽക്കാലം അത് വേണ്ട. സോ നമ്മൾ നടക്കാം അരമണിക്കൂർ. എന്തായാലും അത് കൊണ്ടുവരണം തിരിച്ച്. എന്നാൽ പ്ലാൻ ചെയ്യുന്നത് നോക്കട്ടെ. സ്പീഡപ്പ് 33 വേണ്ട, 10 എനർജി ഉണ്ട് ഇപ്പോൾ. കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്പീഡപ്പ് മാറുമായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മളത് ചെയ്യും. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും അതിനെടുക്കുന്ന പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ അതിന് അധികം സമയമില്ല. നമ്മുടെ കുറേ സാധനങ്ങൾ അവിടെ സ്റ്റക്കായിട്ടുണ്ട്. സോ എനിവേസ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ഓക്കെ.